സാധാരണ വെളുപ്പിന് 4 മണിക്ക് സമയം ഇപ്പോൾ വെളുപ്പിന് 4 മണിയാണ്. സാധാരണ ഈ 4 മണി സമയത്ത് ഞാൻ എണീക്കുന്നത് വിജയുടെയും അജിത്തിൻ്റെയും ഒക്കെ സിനിമയുടെ ഫസ്റ്റ് ഷോ വരുന്ന സമയത്താണ്. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ കുട്ടിക്കാലത്താണ് ഈ ഒരു സമയമൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുകയാണ്. കാരണം ഒരു സിനിമയുടെ ട്രെയിലർ റിയാക്ഷന് വേണ്ടിയിട്ട് വെളുപ്പാങ്കാലത്ത് എണീറ്റിരിക്കുകയാണ്. ഭയങ്കരം തന്നെ. 4:15 സിനിമയുടെ ട്രെയിലർ വരുന്നത്. രാമായണ എന്ന സിനിമ, ഭാരതദേശത്തിൻ്റെ ബൃഹത് കലാസൃഷ്ടികളിൽ ഒന്നായിട്ടുള്ള രാമായണം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. ആ ഇതിഹാസം വീണ്ടും സിനിമയാക്കപ്പെടുകയാണ്. രാവണാഹങ്കാരത്തിനെ നിഗ്രഹിച്ച രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അദ്ദേഹത്തെ അനുഗമിച്ച ഹനുമാൻ, സുഗ്രീവൻ തുടങ്ങി അനേകം വരുന്ന വാനരന്മാരുടെയും കഥ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പക്ഷേ ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ 99% സിനിമകളിലും, അതിപ്പോൾ രാമായണ ആയാലും മഹാഭാരത ആയാലും എങ്ങനെയൊക്കെ ഇറക്കിക്കഴിഞ്ഞാലും ലക്സിൻ്റെയും ജില്ലറ്റിൻ്റെയും പരസ്യത്തിൽ മോഡലായി അഭിനയിക്കുന്നവരെ പോലെയാണ് നമ്മൾ ഈ രാമലക്ഷ്മണന്മാരെയും സീതയും ഒക്കെ കണ്ടിട്ടുള്ളത്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. ഇവിടെയും സ്ഥിതി വ്യത്യാസപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതേപോലെയുള്ള രൂപത്തിലുള്ള ആളുകളെ തന്നെയാണ് കാണുക. പക്ഷേ എന്തിനാണ് ഈ വെളുപ്പാങ്കാലം 4:15 ഇവർ ഈ ട്രെയിലർ പുറത്തിറക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ പറഞ്ഞുതരാം. വാ, രാവിലെ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല. 4:15 അവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ സിനിമ അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യാൻ ഒരു ശുഭമുഹൂർത്തം നോക്കി തീരുമാനിച്ചതാണെന്നാണ് പറയുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത് 2 ഭാഗങ്ങളിലായി ഇറങ്ങുന്ന ഈ സിനിമകളുടെ മൊത്തം ചെലവ് 4000 കോടി രൂപയാണെന്നാണ്. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചല്? എങ്ങനെ ചൊറിയാതിരിക്കും? നമ്മളിവിടെ 40 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാലും 4 നാരങ്ങയും 40 രൂപയുടെ വാഹനപൂജയുടെ കൂപ്പണും വെച്ചിട്ടാണ് വാഹനം സുരക്ഷിതമാക്കാൻ നോക്കുന്നത്. കുമാര, അനക്കേതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. അപ്പം 4000 കോടി മുടക്കുന്ന ഒരാൾ നക്ഷത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നോക്കിയിട്ട് റിലീസ് ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റൊരു സാധ്യതയുണ്ട്. 4000 കോടി രൂപ മുടക്കി എടുക്കുന്ന ഈ സിനിമകൾ വലിയൊരു വിജയമാകണം എങ്കിൽ ഏറ്റവും മിനിമം അവർക്കൊരു 8000 കോടി രൂപയുടെ കളക്ഷനെങ്കിലും കിട്ടണം. അതിനൊന്നും ഇല്ലേ? ടാക്സ് ബെനിഫിറ്റ് കൊടുത്ത് PR ചെയ്യാൻ നമ്മുടെ PM ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു 6000 കോടി കിട്ടിയാലും ഒരു ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ അങ്ങനെ ഹിറ്റാവണമെങ്കിൽ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ സിനിമ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് നീന്തി ഇറങ്ങുന്ന അങ്ങനെ ഒരു പരിശ്രമമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് സിനിമയുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ വിശ്വാസികളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയായും മാർക്കറ്റിങ്ങിന്റെ സ്ട്രാറ്റജിയായും നമുക്ക് ഈ വെളുപ്പാങ്കാലം 4:15 ട്രെയിലർ റിലീസിനെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഹോമം, നട തുറക്കൽ, ടിക്കറ്റ് കൗണ്ടറിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി, പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നിവേദ്യം തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവുമോ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി എന്നെനിക്കറിയില്ല. എന്തായാലും ഭക്തി പുരസരം നമുക്ക് ഈ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഈ ട്രെയിലർ നിങ്ങളൊരു ചെറിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രോൾ ചെയ്യാനുള്ളത്. പക്ഷേ ഇത് നമ്മളൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ സാധനം വേറെ റേഞ്ച് ആയിരിക്കും. സമ്മതിച്ചേ? അത് കേട്ടാ മതി ഞങ്ങൾക്ക്.